ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് റോബ്ലോക്സ്. നമ്മൾ കളിക്കാൻ പോകുന്നത് ബ്ലോക്ക് ഫ്രൂട്ട്സ് ആണ്. ബ്ലോക്ക് ഫ്രൂട്ട്സ് ഒരു നല്ലൊരു ഗെയിമാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ച് ക്വസ്റ്റ് എടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക, അടുത്ത ഐലൻഡിൽ പോവുക, ബോസ് ഡിഫീറ്റ് ചെയ്യുക. ഒരു വൺ പീസ് എന്നാണ് എല്ലാവരും പറയാനായിട്ടിരിക്കുന്നത്. വൺ പീസ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഔറ, അങ്ങനെ പറയാൻ തോന്നുന്നു. ഔറ എന്ന് പറയുന്ന സാധനം സ്റ്റേജ് 2 ആക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ ഇപ്പോൾ എൻ്റെ സ്റ്റേജ് 1 ആണ്. സ്റ്റേജ് 2 ആക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ ആ ചീഫ് വാർഡനെയും കൊല്ലണം. ഇവനും തീർത്ത് നോക്കാം. ഫസ്റ്റേ നല്ലൊരു PvPയിലൂടെ തുടങ്ങാം. ഓക്കെ, ഒരു വട്ടി തീർന്നു. ഓക്കെ, നമ്മളിപ്പോൾ അത്യാവശ്യം 805 പൗണ്ടി. അവിടുത്തെ സോൺ എന്ന് പറഞ്ഞ ബോസിനെ കൊന്നാൽ 600 പൗണ്ടി കിട്ടും. സോണിനെ കൊല്ലണമെങ്കിൽ ഭയങ്കര പണിയാണ്. 6000 പൗണ്ടി. വീഡിയോ ഒരു 17 മിനിറ്റ് ലെങ്ത്ത് കാണും. അത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. കുറച്ച് PvP ഒക്കെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് ഫ്രോസൺ വില്ലേജിലേക്ക് പോവാം. അവിടെയാണ് ഈ ഔറ കുറച്ചും കൂടി സ്പീഡിൽ XP കൂട്ടാൻ പറ്റുകയെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. നമുക്ക് ട്രൈ ചെയ്യാം. ലൈറ്റ് ഫ്ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ വലിയ സ്പീഡില്ലെങ്കിലും സ്പീഡുണ്ട് കേട്ടോ. റയറിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഫ്രൂട്ട്, റയർ വരെയുള്ള ഏറ്റവും സ്പീഡുള്ള ഫ്രൂട്ട് ലൈറ്റാണെന്ന് തോന്നുന്നു. വേറെ ഒരു ഫ്രൂട്ടും അത്രയൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ലൈറ്റ് എടുക്കാൻ കാരണം. എനിക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ പാനി പോകണമല്ലോ, അതുകൊണ്ട് മാത്രം. അതുകൊണ്ട് സോറി ഞാൻ എന്തൊക്കെയോ പറയണം. ഇപ്പോൾ ഫ്രോസൺ വില്ലേജ് എത്തുന്നുണ്ട്. കോസ്റ്റ് എടുത്തില്ല അല്ലേ? അല്ലെങ്കിൽ ഉമ്മനൊക്കെ കൊന്നിട്ട് കോസ്റ്റ് എടുത്താൽ മതി. ഓക്കെ, ഓരോന്നത്തിനായി കൊന്നൊക്കെ മിക്കവാറും ഈ വീഡിയോ പറ്റും തോന്നുന്നില്ല. അത് ഈ വീഡിയോ നമുക്ക് മാക്സിമം ചെയ്യാൻ നോക്കും. പേടിക്കണ്ട, എല്ലാം കൂടെ ചെയ്യുമ്പോഴേക്കും ഇത് ചെയ്യാൻ പറ്റുമോ അറിയില്ല. പക്ഷെ നോക്കും നമ്മൾ, ഒരു സംശയമില്ല. അപ്പോൾ ഈ വീഡിയോ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ഇങ്ങനെ ചെയ്ത് തീർക്കാൻ, ഡിസ്ലൈക്ക് ഒഴിച്ച്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തു. നിങ്ങൾ ഈ വീഡിയോൻ്റെ ടാർഗറ്റ് ഒരു 10 ലൈക്ക് 30 വ്യൂസ്, അത്ര മതി. അത്ര മതിയോന്ന് ഞാൻ കളിയാക്കി ചോദിച്ചായിരിക്കും. പ്ലീസ് ഗൈസ്, അത്ര മതി. കഴിഞ്ഞോട്ട് ഇട്ട ഷോർട്സിന് വീഡിയോയ്ക്ക് തന്ന വ്യൂസിൻ്റെ അത്ര ഞാൻ ചോദിച്ചിട്ടില്ല. 92, ഞാൻ 30 എല്ലാത്തിനും ചോദിക്കുക. 92 വ്യൂസ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ. ഇപ്രാവശ്യത്തെ വീഡിയോയ്ക്ക് ഒരു 50 എത്തുമോ അറിയില്ല. 90 അടുത്ത ഒരിക്കലും വരില്ല തോന്നുന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഷോർട്സിന് 720 വ്യൂസ്, അതേപോലെ 720 വ്യൂസ് കിട്ടുകയാണെങ്കിൽ പൊളിച്ചു. ഓക്കെ, ഉമ്മനൊക്കെ കൊന്ന് മാസ്റ്റർ 60 ലൈറ്റ് ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കളിയാക്കരുത്. എന്താ ഒരുത്തൻ സ്പോണാകത്ത്? ഒരുത്തൻ സ്പോണുണ്ട്. തുടങ്ങാം. അപ്പോൾ തുടങ്ങാമല്ലേ? ഇങ്ങനെ ഒന്ന് തീർക്കുമ്പോഴേക്കും ഒരു കൊല്ലം കഴിയും. ഇല്ലാത്ത ഞാൻ ഒരു കൊല്ലം കഴിയും. ഇത് കുറേ നേരം എടുത്ത പണിയാണ്. ഈ വീഡിയോയ്ക്ക് ഒരു 17 മിനിറ്റ് ലെങ്ത്ത് കാണും. മാക്സിമം ഇരുന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ടാർഗറ്റ് പറഞ്ഞല്ലോ 30 ദിവസം കിട്ടുമെന്നറിയില്ല. അത്രയും വലുപ്പമുള്ള വീഡിയോ ആയതുകൊണ്ട് തരാൻ നോക്കുക പ്ലീസ്. നമുക്ക് അത്ര മതി. 17 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് വലിയൊരു യൂട്യൂബേഴ്സിനൊക്കെ സാധാരണ. നമ്മളുടെ ഇങ്ങനത്തെ വീഡിയോ കാണാൻ 2 ലെവലില്ല. അത് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വീഡിയോ ഇടണം.
എന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ, വീഡിയോ എടുത്ത് കുറേ നേരം ഉണ്ടായിരുന്നു. ഇത്തിരിയൊക്കെ ക്രോപ്പ് ചെയ്ത് കളയുക ചെയ്ത്, അതുകൊണ്ട് വലിയ സീനില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക അടുത്ത ഗെയിം ഏതാ കളിക്കേണ്ടത്. അങ്ങനെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അടുത്ത ഗെയിം ഏതാ കളിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടമുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവരൊക്കെ കമൻറ്റ് 99 minutes, പക്ഷേ അത് കളിക്കണോ? അതിൽ ഭയങ്കര അഡാറ് ന്യൂബാണ്. 46 ദിവസമൊക്കെ സർവേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതാ എൻ്റെ ഒരു കൂട്ടുകാരനെയാണ്, അവൻ അടിച്ചിടാൻ പറ്റുമോ നോക്കാം. അവൻ പോയാ ഫ്രണ്ടായോട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കയറി അടിച്ചിട്ടുണ്ടാവും. ഈ ക്വസ്റ്റോടെ നിർത്താൻ തോന്നുന്നുണ്ട്. വേണ്ട, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം ഒന്ന് ആലോചിക്കാം. ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പം കംപ്ലീറ്റ് ചെയ്യണോ അതോ നേരത്തെ മെഡിക്കോളൊക്കെ അപ്പം കംപ്ലീറ്റ് ചെയ്യാം, നോക്കാം. അല്ലെങ്കിൽ വീടിൻ്റെ കൂടും. വീടിൻ്റെ കൂടല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അതാണ് ലോക ഫ്രൂട്ടിൽ ഏറ്റവും വലിയ ഫോൺ, ഒരുമിച്ചിട്ട് പോലെ എല്ലാത്തിനും. മെറ്റിക്കായ ഓരോ ഫ്രൂട്ടൊക്കെ ഉണ്ട് ലോകി അല്ലാത്തത്. പിന്നെ ഒരു കാര്യം മറന്നുപോയി പറയാൻ. ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൺട്രോളിൻ്റെ റീവർക്ക് വന്നിട്ടാ, ഇപ്പോൾ അറിയാൻ വിട്ടുപോയതാണ്. കൺട്രോൾ റീവർക്ക് ട്രെയിലർ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. ഗെയിമർ റോബോട്ട് ചാനലിലാണ് വന്നിരിക്കുന്നത്, എല്ലാവരും പോയി നോക്കുക. പിന്നെ നല്ല ബുദ്ധ പോലത്തെ വല്ല ഫ്രൂട്ട് ഉണ്ടെങ്കിൽ എനിക്കും തരിക. നമ്മൾ പെട്ടെന്ന് 700 ലെവലാക്കി സെക്കൻഡ്സിലേക്ക് വരും, ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് ആ ഫ്രൂട്ട് ട്രൈഡ് ചെയ്തതാണ്, ഞാൻ റോക്കറ്റ് തിരിച്ചു തരാം. അത്ര ഓക്കെ. മിഡിൽ ടൗണിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു. ഞാൻ എവിടേക്കാണ് പോണ്? മിഡിൽ ടൗൺ ആ സൈഡിക്കല്ലേ? ഓക്കെ, ഡാഷ് ചെയ്യാറുമ്പോൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി നിൽക്കും. എനിക്ക് അനുഭവമുണ്ട്. ഓക്കെ, ദേ അവിടെ ഒരു ബുദ്ധ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ആദ്യം നമുക്ക് മിഡിൽ ടൗണിൽ പോയിട്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യണം. അത് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. മിഡിൽ ടൗണിൽ പച്ച വേൽക്കുള്ള ഒരു വീട് ഇതാണ് തോന്നുന്നു. അടുത്തെന്തോ ഒരു നീല കളറ് വീടുണ്ട്. നീല എന്ന് പറഞ്ഞാൽ അതവിടെ ഞാൻ നിന്നിപ്പോൾ സ്കില്ല് യൂസ് ചെയ്ത് അവിടെ കണ്ട ഒരു എന്താ പറയുക, ഷേപ്പിൻ്റെ പേരും കിട്ടുന്നില്ല. ഷേപ്പിൻ്റെ പേര് അറിയണേ, കമൻറ്റ് ചെയ്തോ, എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ മൈ ഗെയിം 43, എൻ്റെ പേര് പറഞ്ഞു, മൈ ഗെയിം 43 ഉണ്ട്. ഞാൻ ഇപ്പോൾ സ്റ്റേജ് 1 വെറുതെ മാറ്റി നോക്കുക എപ്പോഴും. സ്റ്റേജ് 1 ആയിട്ടുണ്ട്. സ്റ്റേജ് 2 ആക്കണം. സ്റ്റേജ് 2 ബാക്കിലൊരു സൗണ്ട് കേൾക്കണമെങ്കിൽ ക്ഷമിക്കുക. ചില ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. സൗണ്ട് ഇപ്പോൾ കുറവുണ്ടെങ്കിൽ പറയുക. കരോളൊക്കെ വന്നുകൊണ്ടാണ്. ഒരു കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ല തോന്നുന്നു. അതിലൊക്കെ അടച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഷാർക്സോ. ഇതിനെ കിട്ടാമെന്ന് എല്ലാവർക്കും അറിയായിരിക്കും, അത് ഞാൻ പറയാം. ഇത് കിട്ടണമെങ്കിൽ മെയിൻ വഴി എന്തോ ഒരാളുടെ പേരറിയില്ല, 15 minutes എന്ന് പറഞ്ഞൊരു ബോസ് ഫോണോ ആളെ കൊല്ലണം. അതേ ബുദ്ധ അവനെ കണ്ടു ഞാൻ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാൻ വിചാരിച്ചു.
ഒന്ന് ബുദ്ധ പറയാണ്ട്. ആ ബുദ്ധയെ കൊന്നാലോ? ചെക്കൻ ന്യൂബാണ് വന്നത്. ഫയർ സ്റ്റാർട്ടറിൽ അല്ല ഡാ, അവൻ ഡോക്കിങ്ങിനെ കൊന്നാൽ മാത്രം കിട്ടുന്ന സാധനമാണ് അവൻ്റെ കയ്യിലുള്ളത്. അതും എത്ര വട്ടം കൊന്നാലേ കിട്ടുക? അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന സാധനം. പിന്നെ ഔറ, അവൻ്റെ പിങ്ക്, അത് കിട്ടണമെങ്കിലും സെക്കൻഡ് സി എത്തണം. പിന്നെ തേർഡ് സി എത്തിയാലാണ് മറ്റേ സാധനം കിട്ടില്ല, മറ്റേ കഴുത്തി വെച്ച സാധനം. ഇത്രയും പ്രോ പ്ലെയറിൻ്റെ ഒപ്പമാണ് അവിടെ ഞാൻ അടി ഉണ്ടാക്കാൻ പോയത്. ഇത്രയും നല്ല പ്ലെയർ ഒന്നും കൂടെ ഫൈറ്റ് ചെയ്തല്ലോ എൻ്റെ ഒപ്പം. എനേബിൾ ബേബി ചെയ്തു തോന്നുന്നു. അത്ര ധൈര്യം എനിക്ക്. അവനെ കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. അവനെ കൊന്നിട്ടാണ് ബാക്കി കാര്യമുള്ളൂ. കൊല്ലാൻ നോക്കിയിട്ട് നടക്കില്ലേ. ലാസ്റ്റ് അവൻ എന്നെ കൊല്ലുമെന്ന് അറിയാത്ത ഞാൻ ഉപേക്ഷിച്ചാലോ? അവനെ കൊല്ലാൻ കിട്ടണ്ടേ ആദ്യം. ഞാൻ നിർത്തി. അവനെ കൊല്ലാൻ പറ്റും, അവൻ അത്ര സ്പീഡിൽ പോകും. നമുക്ക് പോവാ. നമുക്ക് നമ്മുടെ മെയിൻ ചലഞ്ചായ സംഭവത്തേക്ക് കിടക്കണം. എന്താണെന്നായിരിക്കും. ഇതെന്താണ് അങ്ങനെ ലാസ്റ്റ് വെച്ചിട്ട് എന്നെ കൊന്നിരിക്കുക? ഞാൻ പോവാണ്. അവിടെ പ്രിസണിൽ നമ്മുടെ മെയിൻ ഐറ്റം 2 ബോസ്, വാർഡൻ ആൻഡ് ചീഫ് വാർഡൻ, അവർ രണ്ടെണ്ണത്തെയും കൊല്ലാന്നായിരുന്നു നമ്മുടെ ചലഞ്ച്. അത് നമ്മൾ വിട്ടുപോയി. അത് കൊന്നിട്ടേ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടെലിപ്പോർട്ട് ചെയ്യുക. അയ്യോ ലീഡ് ബോർഡിൽ എൻ്റെ ഒരു ഫ്രണ്ട് പോലും ജോയിൻ ചെയ്തിട്ടില്ല. ഒരുത്തൻ ജോയിൻ ചെയ്തു, അവനെ കഴിഞ്ഞു. മലയാളീസ് ഉണ്ട് എല്ലാവരും. എൻ്റെ പേര് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. അല്ല പറയണില്ല, നിങ്ങൾ എന്നെ കളിയാക്കും. ആ മറ്റേ ലീഡ് ബോർഡ് ഓർക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും 3,11,000 പൗണ്ട്, അത്രയേ ഉള്ളൂ. ആണ് എൻ്റെ പേര്. ചീഫോട് ഇത്ര ആക്കി തന്ന. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മൾ തീർക്കാം. എന്തൊരു കഷ്ടം ഇത്. നമ്മൾ അത്രയും രൂപയാണോ? അവൻ ചേർത്ത് ബാക്കിയുള്ള നമ്മൾ തീർത്ത്. പേടിക്കണ്ട, ലൈറ്റല്ലേ കയ്യിരിക്കുന്നത്. 128 ഡാമേജ് കൊടുത്തിട്ട് എന്ത് കാണിക്കാൻ? നേരെ കൊല്ലണി തന്നെ എന്ത് പണിയാണ്? ചേട്ടാ കൊല്ലല്ലേടാ. ഓക്കെ, പെട്ടെന്ന് അടിക്കല്ലേടാ. എന്നോട് അവൻ്റെ കളി. ലൈറ്റിൻ്റെ സ്പീഡിനൊന്നും അവനെത്തില്ല. ദേ വരുന്നു ഒച്ച കഴിയുന്ന പോലെ. ഇവനെ കൊല്ലാൻ ഭയങ്കര പണിയാണ്. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ സമയത്ത് ഇവനെ കൊല്ലാനായിരിക്കും. അത് ഇവനെ പകുതി കാലത്തായിട്ടാണ് ഇത്ര പണി. അപ്പോൾ സ്വാണിനെ കൊല്ലാൻ പണിയൊന്ന് ആലോചിച്ച് നമുക്ക്. സ്വാണിനെ കൊന്നിട്ട് എനിക്ക് കോട്ട് കിട്ടിയത് കേട്ടോ. അത് 213 ലെവലിൽ. പിന്നെ വേറെ ഇത്ര കൊന്നുണ്ട്, തണ്ടർ കോഡ്. അതെൻ്റെ കൂട്ടുകാരൻ ഒരുമിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തണ്ടർ കോഡിനെ കൊല്ലാൻ പറ്റിയത്. ഒറ്റയ്ക്കൊന്നും ഞാൻ ഒരിക്കലും കൊല്ലില്ല. അവിടെ സോണിനെ ഞാൻ ഒറ്റയ്ക്ക് വന്നു കേട്ടാ, അങ്ങനെ തോന്നും. ഓർമ്മയില്ല. പെങ്കോട്ട് ഇടില്ല, അത് മതി. ഈ സോൺ വലിയ കുഴപ്പമില്ല, അവന് ലോങ് റേഞ്ച് അറ്റാക്ക് ഉണ്ട് എന്നുള്ളൂ. വീണ്ടും ഞാൻ ചത്ത്. എൻ്റെ ഇനി അറ്റടിക്ക് പോലും ചീഫ് പാടുന്നില്ല എന്നോട്. അവൻ എന്നെ പേടി എന്നൊക്കെ പറഞ്ഞ് എത്ര പേടിയുണ്ടാവും ഒരു മനുഷ്യന്. ഞാൻ കുറേ വട്ടം ചത്തു കേട്ടോ, അത് വേറെ കാര്യം. അടിയുണ്ടായ അവൻ ചാവ് പ്ലീസ്, അല്ലെങ്കിൽ ഞാൻ താഴെ വീണ ഭാഗ്യം. ഞാൻ താഴെ വീണ ചത്തേനെ ആ സ്പോട്ടിൽ. വീണ്ടും എൻ്റെ ബൗണ്ടി 5,750 കിട്ടി, അത് മതി. ഓക്കെ, ചുമയാണ്, വേറെ ഒന്നുമില്ല. ഇന്ന് വാർഡൻ്റെ കാര്യത്തിൽ കയറി
തീരുമാനമായി. വാടാ നീ തീർന്നടാ പോടാ. ഓ വാടാ നീ തീർന്നടാ പോടാ, എന്തല്ല കോമ്പിനേഷൻ. വാ 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 നമുക്ക് കളിക്കുക, ഫൈറ്റ് ചെയ്യാൻ പാടാ. ഇത്ര പേടിത്തോണ്ടന്നെ 220 ലെവലാ, എത്ര അല്ല അവന്, എന്നിട്ട് അവൻ ഇത്ര പേടി. ഓ അവൻ്റെ 2 വെട്ടിന് പോയി, 2 വെട്ടിനല്ല 2 വെട്ടിനുണ്ട്. അങ്ങനെ തന്നെ കൊച്ചാക്കല്ലേ. ഓക്കെ ലൈറ്റ് റേ അത് കൊണ്ടുപോയിട്ടില്ല. അതേറ്റ് ഒരു കുഞ്ഞൻ കറക്റ്റായി കൊണ്ട് ഒരു കുറുക്ക് വഴിയുണ്ട്, അത് ചെയ്യാം. എന്നാൽ പിന്നെ അവൻ ഒറ്റ സ്പോട്ടിൽ തീർന്നോളൂ. അത് ചെയ്താൽ ഞാൻ ന്യൂബ് എന്ന് പറയുന്നില്ലേ പറയരുത്. നിങ്ങൾക്ക് അടുത്ത ഗെയിം ഏത് കളിക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ, നമ്മളത് കളിച്ചിരിക്കും. നേരെ പോവുക, ഇത് ആ സ്റ്റെപ്പ് വേണ്ട അവിടെ കയറി നോക്കുക. അത് നമുക്ക് കുറയ്ക്കാൻ പറ്റിയ അത്രയും കുറച്ച് നോക്കാം. നടക്കുമോ? നടക്കില്ല. അതായത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മളുടെ കുറുക്ക് വഴി എടുക്കാമോ? വൺ ആൻഡ് ഓൺലി കുറുക്ക് വഴി. കുറുക്ക് വഴി എടുക്കാൻ വേണ്ടി നമ്മൾ അവിടേക്ക് ഓടണം. ആദ്യം ദേ അവിടെ കണ്ട ഒരു ഓട്ട, ആ ഓട്ടത്തിൻ്റെ അവിടേക്ക് ഓടണം. ഞാൻ ഇപ്പം തന്നെ മഞ്ഞയാക്കി, ഇനി ഓടണം. നിങ്ങൾക്ക് ആ കുറുക്ക് വഴി പഠിപ്പിച്ചു തരാം. ഇത് പണ്ട് ജംഗിളിലെത്തുമ്പോൾ എല്ലാവരും ചെയ്യുന്ന സംഭവം. അങ്ങനെ ആ വെള്ളത്തേക്ക് മങ്കീനെ തള്ളിയിടും. ഇവൻ എന്ത് സ്ലോയാ, മങ്കീനെ തള്ളിയിട്ടിട്ട് നമ്മൾ മേലക്കറി നിന്നിട്ട് കോമ്പാറ്റ് വെച്ച് അടിക്കും. അതേ സാധനം, ഒരു സംശയമില്ല. ഇതുപോലെ ഇപ്പം തീർക്കാനേ, ഇതൊക്കെ എന്ത്, ഞാൻ അത്രയും പ്രോയായിപ്പോയില്ലേ. കൊല്ലു പെട്ടെന്ന്. ഇവനല്ല, ഇവൻ്റെ ചീഫ് വാർഡനെ വരെ ഞാൻ ഈ കുറുക്ക് വഴിയിൽ വീഴ്ത്തും. എന്നിട്ടല്ലേ അവൻ എന്നെ കൊല്ലാൻ വന്നിരിക്കും. ലൈറ്റ് ഡ്രൈവ് വെച്ചൊരു പെട്ട അവൻ തീർന്നു. ഓടോ തീർന്നു. എന്ത് കഷ്ടം, ഇത്രയും ഹെൽത്തുള്ള അവനാ. സോറി, ഞാൻ കഴിഞ്ഞിട്ടെടുത്ത വാക്ക് മാറ്റിയിരിക്കുകയാണ്. ചീഫ് വാർഡനാണ് ഏറ്റവും സമയം എടുത്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വാർഡനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തിരിക്കുന്നത്. അവൻ ഫുൾ ഹെൽത്ത് ഉള്ളതുകൊണ്ട് പകുതിയൊക്കെ ഇറങ്ങി എപ്പോഴോ കൊണ്ടുണ്ടാവും. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.